എനിക്കറിയാം രാധയ്ക്ക് എന്നെ ഇഷ്ടമാണ്. അത് ഞാൻ നിന്നെ കൊണ്ട് തന്നെ പറയും. കൂടിപ്പോയാ നിങ്ങൾ ഇനി ഓഫീസിൽ വരും, ബസ് സ്റ്റാൻഡിൽ വരും, അത്രയല്ലേ ചെയ്യുള്ളൂ. അത്രയൊന്നുമല്ല, ഞാൻ മൂന്നും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. വാട്ട് വിൽ യു ഡു? കേൾക്കണോ? കേൾക്കണം. കേൾക്കണോ? വേണം വേണം. ഇല്ലേ, എന്നോട് പറ ഐ ലവ് യു. ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല സർ, ഈ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മടി കൊണ്ടുമല്ല. 4 ദിവസം, 4 ദിവസം ഞാൻ എല്ലാം പറഞ്ഞില്ലേ സർ. ഒരാളെ കൊന്നിട്ടെങ്കിലും എനിക്ക് വേണ്ട കാശുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ആരുമില്ലാത്ത എനിക്ക് മനസ്സ് നിറയെ സ്നേഹം തന്ന ആളാണ് അദ്ദേഹം. ഈ അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സത്യം അറിഞ്ഞാൽ അദ്ദേഹം ആകെ തകർന്നു പോകും. മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാറിനെ അനുവദിക്കണം. സാറിനെ വിശ്വസിക്കണം. സത്യം, ഞാൻ വരാം. ഒന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ചോരയുടെ പച്ചമണം ഇപ്പോഴും മൂക്കിന്ന് പോയിട്ടില്ല. പിന്നെ അയാളുടെ കരച്ചിലും. അയാൾക്കും ഇല്ലേ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും. ഇനി എന്നോട് 2 വാക്ക് സംസാരിച്ചൂടെ? താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും, പക്ഷെ അടുത്ത് കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാ ഇഷ്ടം. താല്പര്യമില്ലല്ലേ? വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാ കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി, വളരെ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കെതിരൊക്കെയാ. അതെ, ഐസ് ഉണ്ടോ? എന്തിനാണോ മണ്ട നനപ്പിക്കാന്? ഐസ് ഉണ്ടോ? ഉണ്ടല്ലോ. 2 ഫ്രഷ് ലൈം ഐസ് ഇട്ട്, സോഡ ഒഴിക്കാതെ 2, പഞ്ചസാര ഇടണ്ട, ഉപ്പ്. ഓരോ നാരങ്ങ വീതം പിഴിഞ്ഞോളൂ. നമ്മക്കൊന്ന് സുഖിക്കണ്ടോ? സുഖിക്കാന്ന് പറഞ്ഞാ ഇങ്ങനെ സുഖിക്ക? അത് താൻ പറഞ്ഞ നേരാടോ. സുഖിക്കാന്ന് പറഞ്ഞാ പിന്നെ സുഖാവണം അല്ലേ? നമുക്ക് ഒരു ബീറ കാച്ചിയാലോ? ഈ ഉഷ്ണത്ത് നേര് പറഞ്ഞാൽ കഴിക്കേണ്ടത് ഒരു ബീറ. അത് നേര് തന്നെ, പക്ഷേ ഇപ്പോ എന്തിനു നീ ഇത് സൂക്ഷിച്ചു? ഇരുട്ട് നിറഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ഒരു തകർച്ചയെ ഓർമ്മിപ്പിക്കാൻ എന്തിനീ ഓട്ടക്കാലിനെ കൂട്ടിക്കൊണ്ടുവന്നു? ഇത്രനാളും എന്നെ മാത്രം ഓർമ്മിച്ചിരുന്ന നിന്നെ എനിക്കെങ്ങനെ മറക്കാൻ പറ്റും? ഞാനത് ചോദിക്കട്ടെ, വരുന്നോ എന്റെ കൂടെ എന്റെ ഇല്ലത്തേക്ക്? ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തു എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി. മോനെ, ആനയെ വാങ്ങാം, പോത്തിനെ വാങ്ങാം, എസ് ക്ലാസ് ബെൻസ് വാങ്ങാം. പണം മാത്രം ഉണ്ടായാൽ മതി. ഒരു പെണ്ണിന്റെ മനസ്സിലെ ഇഷ്ടം. മകൻ ജയിലിൽ പോയതിന്റെ മാനഹാനി മൂലം 6 വർഷത്തെ അജ്ഞാതവാസം. അപ്പൊ ഇന്ന് രാത്രി മാറഞ്ചേരിയിലെ ലാസപ്രാവാനാണ് ചാൻസ്. നമുക്കതൊന്ന് ആഘോഷിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ അവസാനത്തെ രാത്രിയാണെന്ന്. നാളെ തൊട്ടിവിടെ പഴയ ബ്രിട്ടീഷ് രാജ് പീരീഡിന്റെ വൃത്തികെട്ട ചിട്ടയും വെടുപ്പുമായിരിക്കും. തൊലി കറുത്തുപോയ തുര. മാറഞ്ചേരി കരുണാകര മേനോൻ അവർകൾ. അല്ല ചെറിയ മാമ, ഒന്ന് ചോദിച്ചോട്ടെ, വേറെ നാട്ടിലെ കുറച്ചുകൂടെ മനുഷ്യപ്പറ്റുള്ള ആരെയും കിട്ടിയില്ല പാവ എന്റെ അമ്മയെ കെട്ടിച്ചു കൊടുക്കാൻ? ഞാൻ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ. എന്ത് ബിസിനസ്? പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. ഓ, ഈ കെട്ടിടം പണി. ചിലപ്പോ പണിയും ചിലപ്പോ പൊളിക്കും.
പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പല ആളുകൾ എന്നെ പല പേരുകൾ വിളിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഗോവർദ്ധൻ എനിക്ക് തന്ന ഒരേ അർത്ഥമുള്ള ആ 3 പേരുകളാണ്. പാതാളത്തിന്